KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസ് 20ാം വാർഷികം പ്രചാരണം സജീവമാകുന്നു. മെത്രാൻ കായൽ ഉത്തരവിൽ അപാകതയുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഗുജറാത്തിലേക്ക് 10 ഭീകരർ കടന്നതായി സൂചന, ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റേതാണ് മുന്നറിയിപ്പ്. മർക്കസ് സംരംഭങ്ങൾ മാഹിയിലേക്കും. പ്രവേശന പ്രഖ്യാപനം നാളെ കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. CPM-CPI ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് മണ്ഡലം സെക്രട്ടറി കാരാട്ട് റസാഖ് മത്സരിക്കും. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ഇന്ത്യയിൽ എവിടേക്കും ഇനി സൌജന്യമായി ഫോൺ വിളിക്കാൻ ഒരു ആപ്ലിക്കേഷൻ. ഏപ്രിലിൽ ഒഴിവ് വരുന്ന 13 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 21-ന്. ഖുർആൻ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണവും കാസർഗോഡ് ജില്ലാ ഹാഫിള് സംഗമവും ഈ മാസം 11-ന്. മുഅല്ലിംകളുടെ ത്യാഗം പ്രസ്ഥാന പുരോഗതിയിൽ വഹിച്ച പങ്ക് നിസ്തുലമെന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി. വാർത്തകൾ വിശദമായി. മെത്രാൻ കായൽ നികത്താനുള്ള ഉത്തരവിൽ അപാകതകളുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. VM സുധീരനുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. LDF സർക്കാർ എടുത്ത തീരുമാനത്തിന് അംഗീകാരം നൽകുക മാത്രമാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുത്ത ഒരു പ്രോജക്റ്റാണിത്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ആക്ഷേപങ്ങൾ വരുന്നത്. ഏതെങ്കിലും വിധത്തിൽ അതിന് തെറ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള അഭിപ്രായമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ കാര്യം പരിശോധിക്കും. അതേസമയം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് കുമരകത്തെ മെത്രാൻ കായൽ നികത്താൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയത് ഹൈക്കോടതി ഉത്തരവ് പോലും ലംഘിച്ചാണ്. മെത്രാൻ കായൽ സംബന്ധിച്ച കേസിൽ വിധി വരുന്നതുവരെ സ്ഥലത്ത് മറ്റൊരു നടപടിയും പാടില്ലെന്ന് കഴിഞ്ഞ മാസം ഹൈക്കോടതി വിലക്കിയിരുന്നു. ഈ ഉത്തരവ് മുഖവിലക്ക് പോലും എടുക്കാതെയാണ് 378 ഏക്കർ നികത്താൻ മന്ത്രിസഭ അനുമതി നൽകിയത്. ചട്ടം ലംഘിച്ച് 425 ഏക്കർ നികത്താൻ അനുമതി നൽകിയ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് KPCC അധ്യക്ഷൻ VM സുധീരൻ. ഉത്തരവ് പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും നേരിട്ട് ആവശ്യപ്പെട്ടു. പാർട്ടിയുമായി ആലോചിക്കാതെ വിവാദ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും അദ്ദേഹം നിർദ്ദേശം നൽകി. മെത്രാൻ കായലിലെ 425 ഏക്കർ നികത്തലുമായി ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുധീരന്റെ ആവശ്യം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പാണ് മെത്രാൻ കായൽ നികത്താൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടത്. 10 ഭീകരർ ഗുജറാത്തിലേക്ക് കടന്നതായി പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നാസിർ ഖാൻ ഇതു സംബന്ധിച്ച സൂചന അജിത് ഡോവലിന് കൈമാറി. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ലഷ്കർ എ തൊയ്ബയുടെയോ ജയ്ഷെ മുഹമ്മദിന്റെയോ ഭീകരരാണ് ഇന്ത്യയിലേക്ക് കടന്നിട്ടുള്ളതെന്നാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന വിവരം. ഇതാദ്യമായാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നതായുള്ള വിവരം പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുന്നത്. ശിവരാത്രി ആഘോഷങ്ങളെ മുന്നിൽ കണ്ടാണ് ഭീകരർ എത്തിയിട്ടുള്ളതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചു. ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. Gujarat police team is there to protect their lives and property and security of the state. പെട്രോളിംഗിനിടെ കച്ച് തീരത്തു നിന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള മീൻപിടുത്ത ബോട്ട് അതിർത്തി രക്ഷാസേന ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. ഈ മേഖലയിൽ നിന്ന് കഴിഞ്ഞ 5 മാസത്തിനിടെ അതിർത്തി രക്ഷാസേന പിടികൂടുന്ന 5ാമത്തെ പാക് മീൻപിടുത്ത ബോട്ടാണിത്. രാജ്യസഭാ സീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ നടന്ന CPM-CPI ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായില്ല. തിരുവനന്തപുരം AKG സെന്ററിൽ നടന്ന ചർച്ചയാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. സീറ്റ് വിഭജന കാര്യത്തിൽ ധാരണയായില്ലെന്നും ചർച്ച തുടരുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ ഇടതിന് ജയസാധ്യതയുള്ള സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് സാധ്യമല്ലെന്ന് CPM-ഉം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് ആദ്യഘട്ട ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ന് ഉഭയകക്ഷി ചർച്ച നടന്നത്. കേരളത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഏതു ഭാഗത്തേക്കും സൌജന്യമായി ഫോൺ വിളിക്കാവുന്ന സ്പീക്ക് ഫ്രീ മൊബൈൽ ആപ്പ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു.
കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ രാജമാണിക്യം ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ്ലൈൻ ഫ്രീ കോളിംഗ് ആപ്പിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. KR വിശ്വംഭരൻ IAS ആദ്യ ഫോൺ വിളി നടത്തി. സംസ്ഥാനത്തെ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് സാധാരണ ഡയൽ ചെയ്ത് ഫോൺ വിളിക്കുന്നതുപോലെ സൌജന്യമായി ഇന്റർനെറ്റിന്റെ സഹായമില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ഈ ആപ്പ് അവതരിപ്പിക്കുന്നത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഭവ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. നിലവിൽ സൌജന്യമായി ഫോൺ വിളിക്കുന്നതിനും ചാറ്റിംഗിനും വാട്സാപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നത് ഇന്റർനെറ്റ് വഴിയാണ്. എന്നാൽ സ്പീക്ക് ഫ്രീ ഉപയോഗിച്ച് ഫോൺ ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഹാൻഡ്സെറ്റിൽ ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമില്ല എന്നതാണ് ഈ സംവിധാനത്തിന്റെ മുഖ്യ ആകർഷണം. വിളിക്കുന്ന ഫോണിൽ മാത്രം സ്പീക്ക് ഫ്രീ ആപ്പ് ഉണ്ടായിരുന്നാൽ മതി. കേരളത്തിലെ എല്ലാ ഫോൺ സർവീസ് പ്രൊവൈഡർ വഴിയും ഇന്ത്യയിലെ ഏത് ഫോൺ കണക്ഷനിലേക്കും വിളിക്കാമെന്നതും ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരു ഫോൺ വിളിയുടെ പരമാവധി ദൈർഘ്യം 3 മിനിറ്റ് ആയിരിക്കുമെങ്കിലും വീണ്ടും എത്ര തവണ വേണമെങ്കിലും അതേ കോൾ ആവർത്തിക്കാവുന്നതാണ്. സ്പീക്ക് ഫ്രീ ആപ്പ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മാത്രമാണ് ഇന്റർനെറ്റ് ആവശ്യമുള്ളത്. മുഹമ്മദ് നസീം, അഹമ്മദ് റഫീഖ്, ഹഫീസ് അബ്ദുൽ ലത്തീഫ്, വാലാൻഡോ ആലപ്പാട്ട്, സാബൂട്ടി, രാഘവൻ എന്നിവരാണ് ഈ നൂതന പദ്ധതിയുടെ സംരംഭകർ. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്കിടയിലാണ് ഈ നൂതന പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും അധികം വൈകാതെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി സ്പീക്ക് ഫ്രീ സർവീസ് വ്യാപിപ്പിക്കുമെന്ന് അവർ അറിയിച്ചു. പ്ലേ സ്റ്റോറിൽ നിന്ന് സ്പീക്ക് ഫ്രീ ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിന് പോവാനായി ഇത്തവണ അപേക്ഷിച്ചവർ 75,208 പേരാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം ഹജ്ജിന് പോവാനായി അപേക്ഷിച്ചത് 75,208 അപേക്ഷകർ. ഇവരിൽ നറുക്കെടുപ്പില്ലാതെ നേരിട്ട് അവസരം കാത്തിരിക്കുന്നത് 9,922 പേരാണ്. ഈ വർഷം ഹജ്ജ് കമ്മിറ്റിക്ക് ആകെ ലഭിച്ചത് 75,208 അപേക്ഷകളാണ്. ഇവരിൽ 1,618 പേർ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. തുടർച്ചയായ 5ാം വർഷക്കാരായ അപേക്ഷകർ 8,304 പേരുണ്ട്. ഈ രണ്ട് വിഭാഗക്കാർക്കും നറുക്കെടുപ്പില്ലാതെ അവസരം ലഭിക്കും. 4ാം വർഷ അപേക്ഷകരായി 9,696 പേരാണുള്ളത്. ശേഷിക്കുന്ന 55,596 പേർ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. അപേക്ഷിച്ച മുഴുവൻ പേരുടെയും കവർ നമ്പർ അയച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 65,000 അപേക്ഷകളാണ് ലഭിച്ചിരുന്നത്. ഇന്ത്യയിൽ കൂടുതൽ ഹജ്ജ് അപേക്ഷകരുള്ള സംസ്ഥാനം ഇത്തവണയും കേരളമാണ്. ഹജ്ജ് നറുക്കെടുപ്പ് മാർച്ച് 23-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അധിക ക്വാട്ട ലഭിച്ചാൽ മാത്രമേ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുകയുള്ളൂ. ഹജ്ജ് കരാർ മാർച്ച് 10-നാണ് ഒപ്പുവെക്കുക. ഹജ്ജ് ക്വാട്ടയിൽ ഇത്തവണയും 20% കുറയും. സൗദി മന്ത്രാലയം മറ്റു രാജ്യങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ക്വാട്ടയിലും ഇത്തവണയും 20% കുറവ് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് 1,36,000 സീറ്റുകളാണ് ലഭിച്ചത്. ഇതിൽ 36,000 സീറ്റുകൾ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്കും ശേഷിക്കുന്നവ ഹജ്ജ് കമ്മിറ്റികൾക്കുമായിരുന്നു നൽകിയിരുന്നത്. ഇത്തവണയും ഇതുതന്നെയായിരിക്കും ലഭിക്കുക. ഹജ്ജ് വിമാന സർവീസുകൾ കരിപ്പൂരിൽ നിന്ന് തന്നെ നടത്തുന്നതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. കരിപ്പൂരിൽ റൺവേ റീകാർപ്പറ്റിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വലിയ വിമാനങ്ങൾക്ക് അനുമതിയില്ല. ആയതിനാൽ കഴിഞ്ഞ വർഷം ഹജ്ജ് സർവീസുകൾ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പുറപ്പെട്ടത്. ഹജ്ജ് തീർത്ഥാടകരിൽ 80% മലബാറിൽ നിന്ന് ഉള്ളവരായതിനാൽ സർവീസ് കരിപ്പൂരിൽ നിന്ന് തന്നെ നടത്തണമെന്നാണ് ഹജ്ജ് കമ്മിറ്റിയുടെ ആവശ്യം. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. ഏപ്രിലിൽ ഒഴിവ് വരുന്ന 13 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 21-ന് നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. AK ആന്റണി, KN ബാലഗോപാൽ, TN സീമ എന്നിവർ കാലാവധി പൂർത്തിയാക്കുന്ന 3 ഒഴിവുകളിലേക്കാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുക. പഞ്ചാബിൽ 5, ആസാമിൽ 2, ഹിമാചൽ പ്രദേശിൽ 1, ത്രിപുരയിൽ 1, നാഗാലാൻഡിൽ 1 എന്നിങ്ങനെയാണ് മറ്റു ഒഴിവുകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 11-ഉം പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 14-ഉമാണ്. 21-ന് 5 മണിക്ക് വോട്ടെണ്ണൽ നടക്കും. കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് മണ്ഡലം സെക്രട്ടറി മത്സരിക്കും. ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കാരാട്ട് റസാഖാണ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത്. പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചാണ് കാരാട്ട് റസാഖ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. കൊടുവള്ളിയിൽ ലീഗ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന നിലപാടുമായാണ് കാരാട്ട് റസാഖ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ പിന്തുണ തേടിയിട്ടുണ്ടെന്നും കാരാട്ട് റസാഖ് വ്യക്തമാക്കി. മണ്ഡലം കമ്മിറ്റിയുമായി ആലോചിക്കുക പോലും ചെയ്യാതെയാണ് ലീഗ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചതെന്ന് കാരാട്ട് റസാഖ് ആരോപിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ദുബായിലെ ഏറ്റവും വലിയ ഒരു വ്യവസായിക്ക് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാറ്റിവെച്ച ഒരു സീറ്റാണ് കൊടുവള്ളി സീറ്റ് എന്നാണ് പൊതു അഭിപ്രായങ്ങൾ.
വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയസാധ്യത ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഇടതുവശം പിന്തുണ നൽകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വീകരിക്കുന്നതിൽ തർക്കമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇടതുവശത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പിന്നെ കണക്കുകൂട്ടുന്നത് തെറ്റില്ല. മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായിരുന്ന എം.എ. റസാഖാണ് കൊടുവള്ളിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. പ്രവർത്തകരുടെ വികാരം മാനിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് റസാഖ് പറഞ്ഞു. മണ്ഡലം കമ്മിറ്റിയുമായി ചർച്ച നടത്താതെയാണ് സിറ്റിംഗ് എം.എൽ.എ. ഉമ്മർ മാസ്റ്ററെ തിരുവമ്പാടിയിലേക്ക് മാറ്റി റസാഖ് മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും വിമതപക്ഷം ആരോപിച്ചു. കാരാട്ട് റസാഖ് കൊടുവള്ളിയിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു. സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ LDF പിന്തുണയ്ക്കുമെന്നും സൂചനയുണ്ട്. നടനും ഗായകനുമായ കലാഭവൻ മണി അന്തരിച്ചു. 45 വയസ്സായിരുന്നു. കരൾ രോഗബാധയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മരണം വൈകിട്ട് 7:15 സംഭവിച്ചത്. 2 ദിവസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മണിയെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. തൃശൂർ ചാലക്കുടി ചേനത്തുനാട് ഗ്രാമത്തിലെ കുന്നശ്ശേരി രാമന്റെയും അമ്മിനിയുടെയും 7ാമത്തെ പുത്രനായി 1971 മണി ജനിച്ചത്. മിമിക്രിയിലൂടെയാണ് കലാരംഗത്ത് പ്രവേശിച്ചത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മർക്കസ് സാഭിമാനം സമർപ്പിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പുതിയൊരു കേന്ദ്രം മർക്കസ് നോളജ് സിറ്റി. ലോകത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ അക്ഷരസാക്ഷ്യത്തിന്റെ പുതിയ വിലാസം. പ്രീ സ്കൂൾ, ഇന്റർനാഷണൽ സ്കൂൾ, ആയുഷ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, യുനാനി മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്റർനാഷണൽ സ്കൂൾസ്, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ കോളേജുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ, റെസിഡൻഷ്യൽ സോൺ. വിദ്യ, വൈദ്യം, വാസം, വ്യാപാരം, വ്യവഹാരം എല്ലാം ഒത്തുചേരുന്ന ഒരിടം മർക്കസ് നോളജ് സിറ്റി. ഹരിതമനോഹരമായ വയനാടൻ മലനിരകളുടെ സുമോഹന താഴ്വരയിൽ മർക്കസ് ഒരുക്കുന്നു വിദ്യയുടെ വിസ്മയ തീരം. ശാസ്ത്രവും സാഹിത്യവും കലയും മതാധ്യാപനങ്ങളും ഒരു വേദിയിൽ ലഭ്യമാക്കുന്ന ചരിത്ര വഴിയിൽ നിന്നും സാങ്കേതിക തികവാർന്ന പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഒരു യാത്ര. നഗരത്തിരക്കുകളിൽ നിന്നകന്ന ഗ്രാമീണതയുടെ സ്വച്ഛതയിൽ പ്രകൃതിയോട് ചേർന്നൊരുക്കുന്ന വൈജ്ഞാനിക നികേതത്തിലേക്ക് സ്വാഗതം. മർക്കസ് നോളജ് സിറ്റി, പുതുപ്പാടി, താമരശ്ശേരി. അറിവിൻ മധുസൂനമുണർന്നു, അലിവിൻ സുരരാഗമുയർന്നു. അറിവിൻ മധുസൂനമുണർന്നു, അലിവിൻ സുമരാഗമുയർന്നു. അതബിന്റെ വനീത സുന്ദരവാടി മർക്കസ് അജബിൻ സൂര്യൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും പ്രശംസനാർഹമായ നിലയിൽ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയുടെ സേവന പ്രവർത്തനങ്ങൾ പുതുച്ചേരി സംസ്ഥാനത്തേക്കും വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി മാഹിയിലെ പ്രശസ്ത വിദ്യാലയമായ ചൊക്ലിയിലെ ഓഹാലിദ് മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ മർക്കസ് ഏറ്റെടുക്കുകയാണ്. മർക്കസിന്റെ മാഹി വഴി പുതുച്ചേരിയിലേക്കുള്ള പ്രവേശന പ്രഖ്യാപനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും മർക്കസ് കാര്യദർശിയുമായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കുമെന്ന് ചൊക്ലി ഇസ്ലാമിക് സർവീസ് ട്രസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളായ KP അബ്ദുൽ മജീദ് മാസ്റ്റർ, V മുഹമ്മദ് സമീർ, സദീഖ് മാഹി എന്നിവർ അറിയിച്ചു. നാളെ രാവിലെ 10 ചൊക്ലി ഈസ്റ്റ് പള്ളൂരിലെ ഓഹാലിദ് സ്കൂൾ ഗ്രൌണ്ടിൽ ചേരുന്ന പരിപാടിയിൽ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, മാഹി MLA E വത്സരാജ്, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ E ശ്രീധരൻ, ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK രാഗേഷ്, SYS ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സഖാഫി കടവത്തൂർ, MA മഹ്മൂദ്, പുതുശ്ശേരി വഖഫ് ബോർഡ് മുൻ ചെയർമാൻ VP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിക്കും. മർക്കസിന്റെ പുതിയ സംരംഭത്തെ വരവേൽക്കാൻ താൽപര്യത്തോടെ ചൊക്ലി, വള്ളൂർ, മാഹി ദേശവാസികൾ കാത്തിരിക്കുകയാണ്. സുന്നി പ്രസ്ഥാന പുരോഗതിയിൽ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന മുഅല്ലിംകളുടെ ത്യാഗസന്നദ്ധത നിസ്തുലമാണെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ബോധിപ്പിച്ചു. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൌൺസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തങ്ങൾ. സമസ്തയുടെ ചരിത്രത്തിൽ നമ്മുടെ നേതൃത്വത്തിനുള്ള പാരമ്പര്യം മറ്റാർക്കും അവകാശപ്പെടാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബൂ ഹനീഫൽ ഫൈസി തെന്നല സ്വാഗതം പറഞ്ഞു. ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി ത്രിവത്സര പദ്ധതി അവതരിപ്പിച്ചു. സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ബോധന പ്രസംഗം നടത്തി. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, VPM ഫൈസി വില്യാപ്പള്ളി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പ്രൊഫസർ അബ്ദുൽ ഹമീദ്, മജീദ് കക്കാട്, N അലി അബ്ദുള്ള, E യക്കൂബ് ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു.
മരഞ്ചാട്ടിയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസിന്റെ 20ാം വാർഷികാഘോഷ പ്രചാരണ പ്രവർത്തനങ്ങൾ മലയോര ഗ്രാമങ്ങളിൽ സജീവമാകുന്നു. ഏപ്രിൽ 14 മുതൽ 17 വരെയാണ് സമ്മേളനം. ഉദ്ഘാടന സമ്മേളനം, സമൂഹ വിവാഹം, എക്സലൻസി മീറ്റ്, തക്കാഫുൽ അസംബ്ലി, അലുമിനി ഫാമിലി മീറ്റ്, പ്രവാസി സംഗമം, ആത്മീയ പ്രഭാഷണം, സ്ഥാപന സന്ദർശനം, ഹാദിയ കോഴ്സ്, ഹയർ സെക്കൻഡറി ബ്ലോക്ക് ശിലാസ്ഥാപനം, പൊതുസമ്മേളനം എന്നിവയാണ് പ്രധാന പരിപാടികൾ. പ്രചാരണ ഭാഗമായി ഏപ്രിൽ 1 മാർക്കസ് ഗ്രീൻ വാലി ദിനമായി ആചരിക്കും. അന്ന് പള്ളികൾ, കവലുകൾ കേന്ദ്രീകരിച്ച് സന്ദേശ പ്രഭാഷണങ്ങൾ നടക്കും. സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖ വിതരണവും നടക്കും. മലയോര മേഖലയിലെ മുഴുവൻ സുന്നി പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് ഈ മാസം 12 മുക്കം വ്യാപാര ഭവനിൽ കൺവെൻഷൻ നടക്കും. 14 വൈകുന്നേരം 4 മണിക്ക് കുന്നമംഗലം, കൊടുവള്ളി, താമരശ്ശേരി സോൺ പരിധിയിലെ സുന്നി പ്രവർത്തകരുടെ കൺവെൻഷൻ കാരന്തൂർ മർക്കസിൽ നടക്കും. യൂണിറ്റുകളിൽ പ്രത്യേകം പ്രഭാഷണങ്ങളും നടക്കും. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിഭവ സമാഹരണവും SYS യൂണിറ്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കവർ വിതരണവും നടക്കും. ഇതു സംബന്ധമായി നോർത്ത് കാരശ്ശേരി സുന്നി മദ്രസയിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ MP ഉസ്മാൻ മദനി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് കക്കാട് ചർച്ച നിയന്ത്രിച്ചു. V അഷ്റഫ് സഖാഫി, K മുഹമ്മദ് മാസ്റ്റർ, കോട്ടയിൽ ഇക്ബാൽ ഹാജി, മുഹീദ്ദീൻ സഖാഫി മലയമ്മ, അസീസ് കക്കാട്, UP ഹമീദ് മാസ്റ്റർ, മാനേജർ സുലൈമാൻ മാസ്റ്റർ പ്രസംഗിച്ചു. ഖുർആൻ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണവും കാസർഗോഡ് ജില്ലാ ഹാഫിൽ സംഗമവും മാർച്ച് 11 വൈകിട്ട് 3 മണി മുതൽ കാസർഗോഡ് ജില്ലാ സുന്നി സെന്ററിൽ വെച്ച് നടക്കും. ഹാഫിൽ ഷാഫി സഖാഫി ഏണിയാടിയുടെ അധ്യക്ഷതയിൽ SYS സംസ്ഥാന ഉപാധ്യക്ഷൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഖുർആൻ പണ്ഡിതൻ ഷാഫി സഖാഫി മുണ്ടമ്പ്ര വിഷയാവതരണം നടത്തും. സമസ്ത ഉപാധ്യക്ഷൻ താജുശ്ശേരിയ M ആലിക്കുഞ്ഞി ഉസ്താദ് ഷിറിയ ഖുർആൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജില്ലാ ഭാരവാഹികളുടെ പ്രഖ്യാപനവും ഖത്മുൽ ഖുർആൻ സദസ്സിന് നേതൃത്വവും നൽകും. ഹാഫിൽ സയ്യിദ് ഫഖറുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ, ഹാഫിൽ സയ്യിദ് അസ്ഹർ സഖാഫി ഉദുമ, ഹാഫിൽ അഹമ്മദ് സാദി ചേരൂർ, ഹാഫിൽ അബ്ദുള്ള മദനി കുമ്പള, ഹാഫിൽ സുലൈമാൻ ഫാദ്ലി കട്ടത്തടുക്ക, ഹാഫിൽ അനസ് സാദി തളങ്കര തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെത്രാൻ കായൽ ഉത്തരവിൽ അപാകതയുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഗുജറാത്തിലേക്ക് 10 ഭീകരർ കടന്നതായി സൂചന, ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റേതാണ് മുന്നറിയിപ്പ്. മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസ് 20ാം വാർഷികം പ്രചാരണം സജീവമാകുന്നു. കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് മണ്ഡലം സെക്രട്ടറി കാരാട്ട് റസാഖ് മത്സരിക്കും. CPM CPI ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ഇന്ത്യയിൽ എവിടേക്കും ഇനി സൌജന്യമായി ഫോൺ വിളിക്കാൻ ഒരു ആപ്ലിക്കേഷൻ. മുഅല്ലിംകളുടെ ത്യാഗം പ്രസ്ഥാന പുരോഗതിയിൽ വഹിച്ച പങ്ക് നിസ്തുലമെന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി. മർക്കസ് സംരംഭങ്ങൾ മാഹിയിലേക്കും പ്രവേശന പ്രഖ്യാപനം നാളെ കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. ഏപ്രിലിൽ ഒഴിവ് വരുന്ന 13 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 21-ന്. ഖുർആൻ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണവും കാസർഗോഡ് ജില്ലാ ഹാഫിൽ സംഗമവും ഈ മാസം 11-ന്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.